ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാരക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈദായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു വിത്തൗട്ട് മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, മുടിയൊക്കെ നനഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ നഴിച്ചൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഞാൻ ഫേസ് വാഷ് ഇട്ട് ഫേസ് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. ഒന്ന് വെറ്റായി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുത്ത ഇതിലോട്ട് വന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ചു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ക്രീം പോൺസിൻ്റെ സിറം കേട്ടോ, ബ്രൈറ്റ് ബ്യൂട്ടി സിറമാണ് ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു അടിപൊളി സിറമാണ് കേട്ടോ. നല്ല UV പ്രൊട്ടക്ഷൻ, SP പ്രൂഫ്, അങ്ങനെ നമുക്ക് കുറേ പ്രൊട്ടക്ഷൻസും നല്ല ബ്രൈറ്റനിങ്ങും ആയിട്ടുള്ളൊരു ക്രീമാണ്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈദ് ലുക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കും, ഒന്ന് നല്ലൊരു ഇത് കാണുന്നുണ്ട്. നല്ലൊരു രീതിയിലുള്ളൊരു നമുക്കൊരിത് ഷൈനിങ് ഒക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നമ്മുടെ ഇൻസൈറ്റിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐലൈനറാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഐലൈനർ ഇട്ടു കേട്ടോ. ഞാൻ ഐലൈനർ എനിക്ക് ഇതിൽ നോക്കി എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കി ഇട്ടു. ഞാൻ ഒന്ന് വാല് ഇട്ട് ജസ്റ്റ് ഒരു 2 ലൈൻസ് ആ ഒരു രീതിയിലാണ് ഞാൻ ഐലൈനർ ഇട്ടത്. എനിക്ക് മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതാണ് നമ്മുടെ ഐ മേക്കപ്പ് കാര്യങ്ങൾ കേട്ടോ. ഈ ഇൻസൈറ്റിൻ്റെ ഈ വാട്ടർ പ്രൂഫ് ഈ ഒരു ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ലൈനർ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ അടിയിൽ കണ്ണെഴുതാനായിട്ട് നമ്മൾ കൊളോസൽ കാജലിൻ്റെ മേബിളിൻ്റെ കൊളോസൽ കാലജാണ്. സൂപ്പർ ബ്ലാക്ക് ആയിട്ടുള്ളതാണ്. ഞാൻ അടിയിൽ എഴുതാം. അപ്പോൾ ഞാനപ്പോൾ അടിയിലും ഐലൈനർ എഴുതി കേട്ടോ. നല്ലൊരു ഐലൈനറാണ് ഇത്. നമ്മുടെ ഈ ഒരു ക്രോസ് കാജിൽ നല്ല അടിപൊളിയാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ. ഇതെനിക്ക് ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ്. 1-to-1 ഓഫറിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വൈകാതെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ലിപ് ബാം കേട്ടോ. നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒരു ബാമോ എന്തെങ്കിലുമൊക്കെ പരട്ടണത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ എടുത്തേക്കുന്നത് നിവ്യയുടെ ആണ് കേട്ടോ. നിവ്യയുടെ സ്ട്രോബെറി ഷൈനിൻ്റെ ഒരു ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഫേസിൽ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് കൂട്ട് തന്നെയാണ് ലിപ്പിലും ജസ്റ്റ് ഇടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 1-to-1 ഓഫറിൻ്റെ നമ്മുടെ ഒരു ഇതാണ് മേപ്പിളിൻ ന്യൂയോർക്കിൻ്റെ നമ്മൾ ലിപ് ബാമാണ്. ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഡിവൈൻ വൈൻ ഷെയ്ഡാണ്. 695 ആണ് ഇതിൻ്റെ ഒരു നമ്പർ. നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഐലൈനറിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയാം കേട്ടോ. മേക്കപ്പിൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് കണ്ണും അതേപോലെ ചുണ്ടും ഹൈലൈറ്റ് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇട്ട് നിങ്ങൾ കണ്ടോ, നല്ല സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പൗഡറാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡറാണ്. ഞാൻ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഞാൻ അങ്ങനെയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ്. അപ്പോൾ ജസ്റ്റ് പൗഡറാണ് ഞാൻ. ഏകദേശം ഫേസ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഹെയറാണ് കേട്ടോ. ഹെയറാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്.
ഞാൻ ഓരോ ഡ്രസ്സിനും ഓരോ ഇതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി സൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇടാന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാര്യം റൂമിൽ വെച്ചായതുകൊണ്ട് ഞാൻ സാധാരണ ടേബിളിൽ ഇരുന്നാണ് ചെയ്യാറൊന്ന് സ്റ്റിക്ക് ചെയ്ത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.